ഹായ് ഫ്രണ്ട്സ്, ഞാൻ DC സെർവോ മോട്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ AC സെർവോ മോട്ടറിനെ കുറിച്ച് പഠിച്ചു. S8 ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് KTUവിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണിത്. അപ്പം എന്താണ് സെർവോ മോട്ടർ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. സെർവോ മോട്ടർ എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത് AC ആണെങ്കിൽ AC സെർവോ മോട്ടർ ആയിരിക്കും, DC ആണെങ്കിൽ DC സെർവോ മോട്ടർ ആയിരിക്കും. അപ്പം DC സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DC മോട്ടറിൻ്റെ അതേ കമ്പോണൻസും അതേ കൺസ്ട്രക്ഷണൽ വ്യൂ തന്നെയാണ്. ഒരു സ്റ്റേറ്റർ ഉണ്ടായിരിക്കും, റോട്ടർ ഉണ്ടായിരിക്കും, ആർമേച്ചർ ഉണ്ടായിരിക്കും, സ്റ്റാറ്റർ ഫീൽഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു മൈനർ കൺസ്ട്രക്ഷണൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെർവോ മോട്ടറിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിരിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലീനിയർ നാച്ചുറായിട്ടുള്ള ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക് വർക്കിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പ് സെർവോ മോട്ടർ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറയാം. AC സെർവോ മോട്ടറും DC സെർവോ മോട്ടറും ആണെന്ന് നേരത്തെ പറഞ്ഞു. DC സെർവോ മോട്ടർ തന്നെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആർമേച്ചർ കൺട്രോൾഡ് DC മോട്ടർ ആൻഡ് ആർമേച്ചർ കൺട്രോൾഡ് സെർവോ മോട്ടർ, DC സെർവോ മോട്ടർ ആൻഡ് ഫീൽഡ് കൺട്രോൾഡ് DC സെർവോ മോട്ടർ. ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് കിടക്കാം. വർക്കിങ്ങിൽ എന്ന് പറയുന്നത് ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ∅IA ആണ്. IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടും എന്ന് പറയുന്നത് ഫീൽഡ് ഫ്ലക്സും. സോ നമുക്ക് ഒരു ടോർക്ക് കോൺസ്റ്റൻറ്റ് കൊണ്ട് ആ പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു Km × ∅ × IA എന്ന് എഴുതാം. അതുപോലെ തന്നെ അറ്റേ സമയത്ത് എല്ലാ കണ്ടക്ടറിലൂടെയും DC സപ്ലൈ കടന്നു പോകണമെന്നില്ല ആർമേച്ചറിലൂടെ. അപ്പം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടാവും. ബാക്കിയുള്ള കണ്ടക്ടർ യാതൊരു തരത്തിലുള്ള കറണ്ടും ക്യാരി ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നത്. ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ ബാക്ക് EMF ഫീൽഡ് ഫ്ലക്സിനും ആംഗുലർ സ്പീഡിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. EB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ∅ × ωm, where omega m is the motor angular speed in radian per second. സോ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഒരു ബാക്ക് EMF കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ EB = KB ∅ ωm എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് EMF EB എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഒപ്പോസ് ആയിരിക്കും. സോ V = EB + IaRa എന്ന് നമുക്ക് എഴുതാൻ പറ്റും. where RA is the armature resistance, IA armature current and EB എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും V എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജും. അപ്പോൾ നമുക്ക് 3 മെയിൻ ഇക്വേഷൻസ് ഉള്ളത്. T = Km × ∅ × IA, EB = KB × ∅ × ωm, V = EB + IaRa. ഈ ഒരു 3 ഇക്വേഷനാണ് DC സെർവോ മോട്ടറിൻ്റെ ബേസിസ് ഓപ്പറേഷനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ DC സെർവോ മോട്ടറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് വേരിയബിൾ മാഗ്നറ്റിക് DC മോട്ടർ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാണ്. സോ ഒന്നുമില്ല, വേരിയബിൾ മാഗ്നറ്റിക് ഫ്ലക്സ് മോട്ടർ എന്ന് പറയുന്നത് തന്നെയാണ് ഫീൽഡ് കൺട്രോൾഡ് മോട്ടർ. ഇവിടെ ആർമേച്ചർ സൈഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് കണക്റ്റഡ് ആയിരിക്കും. ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സെർവോ ആംപ്ലിഫയറിനായിരിക്കും കണക്ഷൻ പോകുന്നുണ്ടാവുക. ഇപ്പോൾ സെർവോ ആംപ്ലിഫയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഒരു വർക്കിംഗ് ഞാൻ ബ്രീഫായിട്ട് പറയാം. നമ്മുടെ സെർവോ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു പൊസിഷൻ സെൻസർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിന്നൊരു ഫീഡ്ബാക്ക് ഒരു ഡിജിറ്റൽ കൺട്രോളറിലേക്ക് പോകും. സോ ഡിജിറ്റൽ കൺട്രോളറിലേക്ക് നമ്മളൊരു റെഫറൻസ് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു എറർ സിഗ്നൽ ഈ ഡിജിറ്റൽ കൺട്രോളർ ഫോം ചെയ്യും. ഈ ഒരു എറർ സിഗ്നലിന് സെർവോ മോട്ടറിനെ കറക്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. സോ അത് നമുക്കൊന്ന് ആംപ്ലിഫൈ ചെയ്യണം. ഇത് ഫർദർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ആണ് സെർവോ ആംപ്ലിഫയർ. ഈ സെർവോ ആംപ്ലിഫയർ ആണ് ഫീൽഡ് കൺട്രോൾഡ് DC സെർവോ മോട്ടറിൻ്റെ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്.
ഇനി ഫീച്ചേഴ്സ് ഓഫ് ഫീൽഡ് കൺട്രോൾഡ് ഡി സി സെർവോ മോട്ടർ എന്ന് പറയുന്നത് സാധാരണ ഇത് സ്മോൾ റേറ്റഡ് മോട്ടോഴ്സിനാണ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ സ്മോൾ റേറ്റഡ് മോട്ടോർ. രണ്ടാമത്തത് ഇറ്റ് ഹാസ് ലാർജ് ഫീൽഡ് ഇൻഡക്റ്റൻസ് ടു റിയാക്റ്റൻസ് റേഷ്യോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കും. ടൈം കോൺസ്റ്റൻറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്നൊരു ക്വിക്ക് റെസ്പോൺസ് അത് അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. നാലാമത്തതെന്ന് പറയുന്നത് ദ ഓവറോൾ ഓപ്പറേഷൻ ഈസ് എൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. 5 ദ കൺട്രോൾ സർക്യൂട്ട് ഈസ് സിമ്പിൾ ടു ഡിസൈൻ. ഇങ്ങനെ ഒരു 5 ഫീച്ചേഴ്സാണ് ഫീൽഡ് കൺട്രോൾഡ് ഡി സി സെർവോ മോട്ടറിനുള്ളത്. ഇനി നമുക്ക് ആർമേച്ചർ കൺട്രോൾഡ് ഡി സി മോട്ടർ എന്ന് പറയാം. ആർമേച്ചർ കൺട്രോൾഡ് ഡി സി മോട്ടർ ഓർ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് മോട്ടർ എന്നാണ് ഇതിന് പറയാറുള്ളത്. അതായത് ഫീൽഡ് സൈഡ് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് വെച്ച് എക്സൈറ്റഡ് ആയിരിക്കും. അതായത് ഫീൽഡിലൂടെ ഒഴുകുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ആർമേച്ചറാണ് ഇവിടെ സെർവോ ആംപ്ലിഫയർ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലത്തെ അതേ പ്രവർത്തനം തന്നെയാണ് വരുന്നത്. ഔട്ട്പുട്ടിനെ ഒരു സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യും, ഇത് ഒരു കൺട്രോളറിലേക്ക് കൊടുക്കും. കൺട്രോളർ ഒരു റെഫറൻസ് വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടാവും. ഈ കമ്പയർ ചെയ്യുന്ന എറർ സിഗ്നൽ ആയിരിക്കും സെർവോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് വരിക. സെർവോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മുടെ ആർമേച്ചർ കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ആർമേച്ചർ കൺട്രോൾഡ് ഡി സി മോട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് റേറ്റഡ് മോട്ടോർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫീൽഡ് കൺട്രോൾഡ് ഡി സി സെർവോ മോട്ടർ എന്ന് പറയുന്നത് ലോ റേറ്റ് മോട്ടറിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് ലാർജ് റേറ്റഡ് മോട്ടറിന് യൂസ് ചെയ്യുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ആർമേച്ചർ ഇൻഡക്റ്റൻസ് ഈസ് സ്മോൾ. സോ ടൈം കോൺസ്റ്റൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ക്വിക്ക് റെസ്പോൺസിന് ഇത് നമ്മളൊരു സിഗ്നൽ കൊടുത്താൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. നെക്സ്റ്റ് ദ ഓവറോൾ ഓപ്പറേഷൻ ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. നെക്സ്റ്റ് ദ ബാക്ക് EMF പ്രൊവൈഡ് ഇൻറ്റേർണൽ ഡാമ്പിംഗ് വിച്ച് മേക്സ് ദ മോട്ടോർ ഓപ്പറേഷൻ മോർ സ്റ്റേബിൾ. ലാസ്റ്റ് പോയിൻറ്റ് ദ എഫിഷ്യൻസി ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഈസ് ബെറ്റർ ദാൻ ഫീൽഡ് കൺട്രോൾഡ് മോട്ടോർ. ഇത്രയാണ് ആർമേച്ചർ കൺട്രോൾഡ് ഡി സി സെർവോ മോട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഡി സി സെർവോ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് TM എന്ന് പറയുന്നത് നമ്മൾ ആർമേച്ചർ കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ പർപ്പസിനെല്ലാം ആർമേച്ചർ കൺട്രോൾഡ് സെർവോ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ആർമേച്ചർ കൺട്രോൾഡ് ഡി സി സെർവോ മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ സൈസ് ഒന്നും കൂടി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഫീൽഡ് കൺട്രോൾഡ് ആണെങ്കിൽ എന്തായാലും ഫീൽഡ് നമുക്ക് വൈൻഡ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാൻ ഫർദർ ചാൻസസ് ഇല്ല. അപ്പം TM ഈക്വൽ ടു KM × 5 × IA എന്നാണ് നമ്മൾ എടുത്തത്. പക്ഷേ നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ IA എന്ന് പറയുന്നത് VA - EB/RA ആണ്. സോ നമുക്ക് ആ ഇക്വേഷൻ IAക്ക് ഇക്വേഷൻ കൊടുക്കാം. മുകളിലുള്ള ഇക്വേഷനിൽ കൊടുത്താൽ കഴിഞ്ഞാൽ TM ടോർക്ക് ഈക്വൽ ടു KM × VA - EB/RA എന്ന് കിട്ടും. പക്ഷേ EB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KB × ωm × 5 എന്നാണ്. പക്ഷേ 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ EB ഈക്വൽ ടു KB × ωm എന്ന് എടുത്താൽ മതി. സോ ദ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് TM ഈക്വൽ ടു KM × VA - KB ωm all/RA എന്നാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ടോർക്ക് വേഴ്സസ് സ്പീഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കിട്ടുന്നത്. മാത്രമല്ല അപ്ലൈഡ് ആർമേച്ചർ വോൾട്ടേജ് നമുക്ക് കൂട്ടുന്നതിനനുസരിച്ച് ഗ്രാഫ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ VA, EA1, EA2, EA3, EA4 എന്ന് പറയുന്നത് അപ്ലൈഡ് ആർമേച്ചർ വോൾട്ടേജാണ്. EA4 ആണ് കൂടുതൽ, അത് കഴിഞ്ഞിട്ട് EA3, അത് കഴിഞ്ഞിട്ട് EA2, അത് കഴിഞ്ഞിട്ട് EA1. അങ്ങനെയാണ് വോൾട്ടേജ് ലെവൽ നിൽക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് കൂടുന്നതോറും ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്ലോപ്പ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് സ്ലോപ്പ് M ഈക്വൽ ടു dTm/dωm അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -KM KB/RA ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്ലോപ്പ് കണ്ടെത്താൻ പറ്റും. ഇനി അതർ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്പീഡ് വേഴ്സസ് ടോർക്കിൽ കറണ്ട്, പവർ ഇൻപുട്ട്, എഫിഷ്യൻസി, ഇത് 3 കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് DC സെർവോ മോട്ടറിൻ്റെ അപ്ലിക്കേഷൻസിലേക്ക് പോകാം.
മെയിനായിട്ടുള്ള DC സെർവോ മോട്ടറിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെർവോ സ്റ്റെബിലൈസറാണ്. എന്താ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്? ഒരു ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്താൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റേബിളാക്കുന്ന ഒരു ഡിവൈസാണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇവിടെ സെർവോ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, അതും ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ദെൻ ഒരു സെർവോ മോട്ടർ ഉണ്ടായിരിക്കും. ഇവിടെ ഫീൽഡ് കോൺസ്റ്റൻറ്റ് കറണ്ട് വെച്ചിട്ടാണ് എക്സൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആർമേച്ചർ കൺട്രോൾഡ് സെർവോ മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അതിലേക്കൊരു ആംപ്ലിഫയർ, ഒരു കൺട്രോളർ ഉണ്ടായിരിക്കും, മാത്രമല്ല ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഒരു ഇൻപുട്ട് വരുന്നു, അത് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡറി സൈഡ്, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ ഒരു ടാപ്പിംഗ് കോയിലാണുള്ളത്. ഈ ടാപ്പിംഗ് കോയിലിൻ്റെ ടാപ്പ് ചേഞ്ച് ചെയ്യുന്ന ലിവർ സെർവോ മോട്ടറിൻ്റെ ഷാഫ്റ്റുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. സോ ഔട്ട്പുട്ട് ഒരു ഫീഡ്ബാക്ക് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതും ഒരു റെഫറൻസ് വാല്യൂ കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു എറർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ എറർ സിഗ്നൽ കൺട്രോളറിലേക്ക് എത്തിയിട്ട് കൺട്രോളർ ആംപ്ലിഫയറിലേക്ക് എത്ര മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റഡ് വാല്യൂ കിട്ടുമെന്ന് ഉള്ള സിഗ്നൽ കൊടുക്കും. ഈ സിഗ്നലിനെ സെർവോ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്തിട്ട് സെർവോ മോട്ടറിൻ്റെ ആർമേച്ചറിലേക്ക് കൊടുക്കും. ആർമേച്ചർ ആ വോൾട്ടേജ് എത്തുന്ന സമയത്ത് അത്രയും പർട്ടിക്കുലർ ആംഗിളിലേക്ക് അത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷൻ വരുന്നത് ടാപ്പ് ചേഞ്ചറിൻ്റെ ലിവറിൻ്റെ മുകളിലേക്ക്. സോ ടാപ്പിംഗ് മാറും, ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ DC സെർവോ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, പ്രോസസ് കൺട്രോളേഴ്സ്, റോബോട്ടിക്സ്, മെഷീൻ ടൂൾസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു കമ്പാരിസനാണ് പറയുന്നത്. AC സെർവോ മോട്ടറും DC സെർവോ മോട്ടറും തമ്മിലൊരു കമ്പാരിസൺ. AC സെർവോ മോട്ടർ മെയിൻലി 0.5 വാട്ട് ടു 100 വാട്ട് വരെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ DC സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഹൈ പവർ ഔട്ട്പുട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി AC സെർവോ മോട്ടറിന് എഫിഷ്യൻസി കുറവാണ്, 5 to 20% ഉള്ളൂ. അതേസമയം DC സെർവോ മോട്ടറിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പക്ഷേ AC സെർവോ മോട്ടറിനാണെങ്കിൽ കമ്മ്യൂട്ടേറ്ററോ അനുബന്ധ ബ്രഷ് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതേസമയം DC സെർവോ മോട്ടർ ആവുന്ന സമയത്ത് ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസ് എന്തായാലും വേണം. അതുപോലെ തന്നെ AC സെർവോ മോട്ടറിൽ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് വളരെ കുറവാണ്. DC സെർവോ മോട്ടറിൽ സ്റ്റെബിലിറ്റി പ്രോബ്ലം വളരെ കൂടുതലാണ്. AC സെർവോ മോട്ടേഴ്സ് റേഡിയോ ഫ്രീക്വൻസി നോയ്സസ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അതേസമയം DC സെർവോ മോട്ടറിലെ ബ്രഷസ് റേഡിയോ ഫ്രീക്വൻസി നോയ്സസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേഷനാണ് AC സെർവോ മോട്ടർ. അതേസമയം DC സെർവോ മോട്ടർ എന്ന് പറയുന്നത് കുറച്ച് നോയ്സി ഓപ്പറേഷനാണ്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് AC ആംപ്ലിഫയറിന് ഔട്ട്പുട്ടിൽ യാതൊരു ഡ്രിഫ്റ്റും ഉണ്ടായിരിക്കില്ല. പക്ഷേ DC സെർവോ മോട്ടറിൽ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറിന് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഫീൽഡ് കൺട്രോൾഡ് DC സെർവോ മോട്ടറും ആർമേച്ചർ കൺട്രോൾഡ് DC സെർവോ മോട്ടറുമാണ്. ഫീൽഡ് കൺട്രോൾഡ് DC സെർവോ മോട്ടറാണ് ആദ്യം, പിന്നെയാണ് ആർമേച്ചർ കൺട്രോൾഡ് വരുന്നത്. സാധാരണ ഫീൽഡ് കൺട്രോൾഡ് സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവർ ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. അതേസമയം ആർമേച്ചർ കൺട്രോളിന് ആംപ്ലിഫയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ് വരുന്നത്. പിന്നെ കൺട്രോൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ഫീൽഡ്. ആർമേച്ചർ കൺട്രോളിലാണെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ആർമേച്ചർ. ഫീൽഡ് കൺട്രോളിൽ ടൈം കോൺസ്റ്റൻറ്റ് ലാർജാണ്, കാരണം ലാർജ് ഇൻഡക്റ്റൻസ് ടു റെസിസ്റ്റൻസ് റേഷ്യോ ആണ്. ആർമേച്ചർ കൺട്രോൾ ആവുന്ന സമയത്ത് ടൈം കോൺസ്റ്റൻറ്റ് സ്മോളാണ്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ് ഫീൽഡ് കൺട്രോളിന്, അതേസമയം ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ് ആർമേച്ചർ കൺട്രോളിന് വരുന്നത്. ഫീൽഡ് കൺട്രോളിലാണെങ്കിൽ ആർമേച്ചർ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, ആർമേച്ചർ കൺട്രോൾ ആണെങ്കിൽ ഫീൽഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഫീൽഡ് കൺട്രോളിനുള്ള എഫിഷ്യൻസി കുറവാണ്, ആർമേച്ചർ കൺട്രോളിന് എഫിഷ്യൻസി കുറച്ചുകൂടി ബെറ്ററാണ്. ലോ പവർ റേറ്റിംഗ് ഉള്ള മോട്ടറിനാണ് ഫീൽഡ് കൺട്രോൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതേസമയം ലാർജ് റേറ്റഡ് മോട്ടേഴ്സിനാണ് ആർമേച്ചർ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഫീൽഡ് കൺട്രോൾ ആവുന്ന സമയത്ത് ഫീൽഡ് എന്തായാലും വേണം, അതുകൊണ്ട് തന്നെ മോട്ടർ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതേസമയം ആർമേച്ചർ കൺട്രോൾ ആവുന്ന സമയത്ത് നമുക്ക് ഫീൽഡ് പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ സൈസും എക്സ്പെൻസും കുറയ്ക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി.